അനന്തപുരി തറവാടിന്റെ ഐശ്വര്യങ്ങളിൽ നിന്നും അകലെ പോലീസ് സ്റ്റേഷനിലെ ഇരുമ്പഴിക്കുള്ളിൽ അമർഷം കടിച്ചമർത്തി ഇരിക്കുകയായിരുന്നു അബി. അവന്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് പശ്ചാത്താപമായിരുന്നില്ല, മറിച്ച് തന്നോടും തന്റെ കുടുംബത്തോടും പ്രത്യേകിച്ച് നന്ദുവിനോട് തോന്നിയ അടങ്ങാത്ത പകയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങാനുള്ള വഴി തേടുന്നതിനേക്കാൾ അവന്റെ മനസ്സ് പദ്ധതിയിട്ടത് പ്രതികാരത്തിനുള്ള വഴികളായിരുന്നു. അബിയെ കാണാനായി ജലജ എത്തുമ്പോൾ ആ മുഖത്ത് നിസ്സഹായതയേക്കാൾ കൂടുതൽ മകനെ ഈ അവസ്ഥയിൽ കണ്ടതിലുള്ള രോഷമായിരുന്നു പ്രകടമായത്. അബി ജലജയോട് പൊട്ടിത്തെറിച്ചു. അമ്മേ, എനിക്ക് നല്ല തല്ല് കിട്ടി. ആ നന്ദു അവൾ എന്നെ നന്നായിട്ട് ശരിയാക്കിയിട്ടുണ്ട്. അവളുടെ കുടുംബത്തോടുള്ള സകല വൈരാഗ്യവും അവൾ എന്റെ മേലിൽ അങ്ങ് തീർക്കുകയാണ്. ഇതിനൊരു അറുതി വേണം അമ്മേ. അബിയുടെ വാക്കുകൾ ജലജയുടെ ഉള്ളിലെ തീ ഊതി കത്തിച്ചു. അവർക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. എല്ലാവരും തനിക്കും തന്റെ മകനും എതിരായി നിൽക്കുന്നു. കൈവിട്ടു പോകുന്ന പിടിവള്ളികൾ കണ്ട് ജലജ ഭയന്നു. അബി അമ്മയോട് തന്റെ മനസ്സിലെ ക്രൂരമായ പദ്ധതി വെളിപ്പെടുത്തി. അമ്മേ, ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ നേരിട്ടിറങ്ങിയ ഇനി ഒന്നും നടക്കില്ല അമ്മേ. അതിനി വേറൊരു വഴിയുണ്ട്. അമ്മ നവ്യയെ ഉപയോഗിക്കണം. അവളുടെ ഉള്ളിലെ സങ്കടങ്ങളും ദേഷ്യങ്ങളും എല്ലാം ആളെ കത്തിക്കണം. അവളെ കൊണ്ട് ആ അനന്തപുരി തറവാട് കുട്ടിച്ചോറാക്കിപ്പിക്കണം. അഭി തുടർന്നു. നമ്മുടെ തറവാടൊന്നും കുലുങ്ങണമെങ്കിൽ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം. ഒന്നുകിൽ നയനക്ക്, അല്ലെങ്കിൽ ആദർശിനെ. നവ്യയെ മുന്നിൽ നിർത്തി അമ്മ ഈ കളി കളിക്കണം. എന്റെ ശിഷ്ടകാലം ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു തീർക്കേണ്ടി വരുമോ എന്നാ തോന്നുന്നത്. അതുകൊണ്ട് അമ്മ വെറുതെ നിൽക്കരുത്. അവരെ എങ്ങനെയെങ്കിലും തകർക്കണം. എന്നിട്ട് എന്നെ പുറത്താക്കണം അമ്മേ. അബിയുടെ വാക്കുകൾ ജലജയ്ക്ക് പുതിയൊരു ഊർജം നൽകുന്നത് പോലെയായി. മോനെ, നിന്നെ ഈ കോലത്തിൽ കാണാനൊന്നും എനിക്ക് വയ്യ. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യും. നവ്യ ഇപ്പൊ തന്നെ ആകെ കലിയിളകി നിൽക്കാണ്. ആദർശ നയനയും അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം കണ്ട് അവൾക്കത് സഹിക്കുന്നില്ല. ആ ദേഷ്യം നമുക്ക് ഏതായാലും മുതലെടുക്കാം. നവ്യയെ കൊണ്ട് തന്നെ സ്വന്തം ചേച്ചിയുടെ ജീവിതം ഞാൻ തകർക്കും. എന്റെ മോനെ ഈ അവസ്ഥയിലാക്കാൻ കാരണക്കാരിയെ എല്ലാവരെയും ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജലജ വെല്ലുവിളിയുമായിട്ട് അവിടെ നിന്നും പടിയിറങ്ങി. പകയുടെ വിത്തുകൾ പാകിയ മനസ്സുമായി അവർ നേരെ പോയത് നവ്യയുടെ അടുത്തേക്കായിരുന്നു. അനന്തപുരിയിലെ വലിയ വീടിന്റെ കോണിൽ നവ്യ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. തന്റെ ഭർത്താവ് ജയിലിൽ നരകിക്കുമ്പോൾ ആദർശും നയനയും സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവളുടെ രക്തം തിളച്ചു. എന്തൊരു നീതികേടാണിത്, നവ്യ സ്വയം ചോദിച്ചു. ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ആരും കാണില്ല. എല്ലാവരും അദ്ദേഹത്തെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ എന്റെ അഭി ചെറിയൊരു തെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അവനെ ക്രൂശിച്ചു, കോടതിയിൽ കയറ്റി, ജയിലിലിട്ടു, തല്ലിച്ചതച്ചു. എന്നിട്ടും ആർക്കും ഒരു സങ്കടവുമില്ല. അഭിക്കും ഒരു കുഞ്ഞുണ്ട് എന്ന കാര്യം പോലും ആരും ഓർക്കുന്നില്ല. നവ്യയുടെ മനസ്സിൽ നയനയോടുള്ള അസൂയ പുകഞ്ഞു തുടങ്ങി. ഗർഭിണിയായ നയനെ എല്ലാവരും ശുശ്രൂഷിക്കുന്നു. ദേവ്യാനി നയനക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. വളരെയധികം സ്നേഹത്തോടെ തന്നെ നയനെ പരിചരിക്കുന്നു. ഇത് കണ്ട് ഓരോ നിമിഷവും നവ്യയുടെ ഉള്ളിലെ മുറിവിൽ ഉപ്പ് പുരട്ടുന്നത് പോലെയായിരുന്നു. ഇവളെ എല്ലാവരും കൂടിയിട്ട് തലയിൽ കയറ്റി വെച്ചിരിക്കുവാണല്ലോ. വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായപ്പോഴേക്കും എന്തൊക്കെ ഒരു കരുതലാണ്. എന്റെ ഭർത്താവ് ഇവിടെ അടിയും ചവിട്ടും കൊള്ളുമ്പോൾ ഇവള് മാത്രം ഇവിടെ സന്തോഷവതിയായി കഴിയുന്നു. ഈ സന്തോഷം ഏതായാലും അധിക നാളും വാഴാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നവ്യ പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് നവ്യ ഇരിക്കുന്ന സമയത്തായിരുന്നു ജലജ അങ്ങോട്ടേക്ക് വന്നത്. നവ്യയുടെ മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയ ജലജ അതിലേക്ക് കൂടുതൽ വിഷം കലർത്താൻ തീരുമാനിച്ചു. കപട സ്നേഹത്തോടെ ജലജ നവ്യയുടെ അരികിലേക്ക് എത്തി. മോളെ നവ്യയെ, നീ കണ്ടില്ലേ, നമ്മളെ എല്ലാവരെയും ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് എന്റെ മോനെ കണ്ടിട്ട് വരികയാണ്. അവന്റെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നവ്യയെ. നിന്റെ അനിയത്തി നന്ദു അവനെ ക്രൂരമായി ഉപദ്രവിച്ചു. സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്ന പരിഗണന പോലും അവൾ നൽകിയില്ല. നവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ അമ്മേ, എനിക്കിപ്പോ എല്ലാവരെയും മനസ്സിലാവുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും അനിയത്തിമാരും എല്ലാം എനിക്കെതിരെയാണ്. എനിക്കൊരു ആപത്ത് വന്നപ്പോൾ കൂടെ നിൽക്കേണ്ടവർ തന്നെ എന്റെ ഭർത്താവിന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നടക്കുന്നു. കുടുംബത്തിന് നാണക്കേടാവുമെന്ന് കരുതി കാര്യങ്ങൾ ഒത്തുതീർക്കാമായിരുന്നു. പക്ഷേ ആരും അതിന് ശ്രമിച്ചില്ല. ഇവിടെ എല്ലാവരും ധർമ്മപുത്രന്മാരാണല്ലോ. ഈ അവസരം മുതലെടുത്ത് ജലജ തന്റെ പ്രധാന ആയുധം ഉപയോഗിച്ചു. മോളെ, നീ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പൊ തന്നെ നിന്റെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായതിന്റെ പേരിൽ എന്തൊക്കെ ആഭാസങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആ കുഞ്ഞുകൂടി ഇനി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കും നിന്റെ കുഞ്ഞിനും ഇവിടെ യാതൊരുവിധ അവകാശവും ഉണ്ടാവില്ല. ഉള്ള സ്നേഹം മുഴുവൻ ആദർശിന്റെ കുഞ്ഞിനായിരിക്കും എല്ലാവരും വാരിക്കോരി കൊടുക്കുന്നത്. സ്വത്തുക്കൾ മുഴുവൻ മുത്തശ്ശൻ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതും. നമ്മൾ വെറും പുറമ്പോക്കുകളാണ്. എന്റെ മകൻ ജയിലിലും നമ്മൾ ആർക്കും വേണ്ടാത്തവരായി ഒരു മൂലക്കായി തീരും. എന്നാൽ ജലജയുടെ വാക്കെല്ലാം കേട്ട് നവ്യയുടെ സമനില തെറ്റി. അമ്മ പറഞ്ഞത് സത്യാണ്. നയനയുടെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്റെ കുഞ്ഞിന് ഇവിടെ ഒരു വിലയുമില്ലാതാവും. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിന് കിട്ടാത്ത സ്ഥാനം ഇതിവിടെ മറ്റാർക്കും വേണ്ട.
ഞാൻ ഒരിക്കലും അതിന് അനുവദിക്കില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന അവരും അനുഭവിക്കണം. നവ്യയുടെ വാക്ക് കേട്ട് ജലജ ഉള്ളിലൊന്ന് ചിരിച്ചു. താൻ ആഗ്രഹിച്ച വാക്കുകൾ നവ്യയുടെ നാവിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നു. മോളെ, ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് താലോലിക്കുന്നുണ്ടോ? ഇവരാർക്കും നിന്റെ കുഞ്ഞിനെ വേണ്ട. അപ്പൊ പിന്നെ നീ ആ അഹങ്കാരിയുടെ കുഞ്ഞിനെ എന്തിനാ ഇവിടെ ജനിപ്പിക്കുന്നത്? അതില്ലാതായ പിന്നെ എല്ലാ സ്നേഹവും നിന്റെ കുഞ്ഞിന് കിട്ടും. പകയാൽ അന്ധയായ നവ്യ പറഞ്ഞു. അമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കും. ഞാനും അഭിയും അനുഭവിക്കുന്ന ദുഃഖം അവരും അനുഭവിക്കണം. ജലജയുടെ തന്ത്രം വിജയിച്ചതുപോലെ തന്നെ ജലജ ഉള്ളിലൊന്ന് ചിരിച്ചു. നവ്യയെ ഒരു കൊലപാതകിയായി മാറ്റാനുള്ള വിത്തുകൾ പാകിക്കഴിഞ്ഞു. തുടർന്നുള്ള രംഗങ്ങൾ ദേവ്യാനിയുടെ ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ്. എന്നാൽ അത് യാഥാർത്ഥ്യം പോലെ ഭീകരമായിരുന്നു. അടുക്കളയിൽ ദേവയാനി നയനക്ക് കുടിക്കാനുള്ള ഷെയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്നു. ആ സമയത്താണ് ഓഫീസിലേക്ക് പോവാൻ തയ്യാറായ ആദർശിന്റെ അച്ഛൻ ദേവയാനിയെ വിളിക്കുന്നത്. ദേവയാനി അങ്ങോട്ടേക്ക് പോയ തക്കം നോക്കി നവ്യ അടുക്കളയിലേക്ക് കടന്നു. മേശപ്പുറത്തിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അവൾ ഉറ്റുനോക്കി. അത് നയനക്കുള്ള ജ്യൂസായിരിക്കും. അവളെ എല്ലാവരും കൂടിയിട്ട് ഊട്ടി ഉറക്കുകയാണല്ലോ. കുടിച്ചോ, ഇതോടുകൂടെ നിന്റെ അവസാനമായിരിക്കും. നവ്യയുടെ കയ്യിൽ ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് വിഷമുണ്ടായിരുന്നു. അത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ തുനിയുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. സ്വന്തം അനിയത്തിയാണ്, അതുകൊണ്ട് ഇത് ചെയ്യണോ? ഒരു നിമിഷം അവളുടെ മനസ്സ് പിടഞ്ഞു. പക്ഷേ ജലജ കുത്തിവെച്ച വാക്കുകളും അബിയുടെ മുഖവും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നീ തന്നെയാണ് നയനെ. നീ എന്നെ ഒറ്റപ്പെടുത്താണ്. എനിക്കതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടിയാണെങ്കിലും പ്രതികാരത്തിന്റെ ലഹരിയിൽ നവ്യ ആ വിഷത്തുള്ളികൾ തന്നെ ജ്യൂസിലേക്ക് ഇറ്റിച്ചു. അങ്ങനെ അത് കലക്കി വെക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ദേവേന്റെ കാലൊച്ച കേട്ട് അവൾ അവിടെ നിന്നും ഞെട്ടിമാറി. പെട്ടെന്ന് തന്നെ ആ ഒരു വിഷക്കുപ്പി അവിടെ നിന്നും ഒളിപ്പിച്ചു. തിരിച്ചെത്തിയ ദേവേനി ജ്യൂസ് ഗ്ലാസ് ഇരുന്ന സ്ഥാനം മാറ്റിവെച്ചത് ശ്രദ്ധിച്ചിരുന്നു. ആരാണ് ഇതിപ്പോ ഇവിടെ നിന്നും മാറ്റിവെച്ചത്? ഞാൻ ഇവിടെയല്ലല്ലോ ഇത് വെച്ചിരുന്നത്. അവൾ ചുറ്റും നോക്കി. പക്ഷേ ആരെയും കണ്ടില്ല. ഇനി തനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ കരുതി ദേവയാനി ആ ഒരു വിഷം കലർന്ന ജ്യൂസുമായി നേരെ നയനയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. നവ്യ ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നയനയുടെ മുറിയിൽ ദേവയാനി സ്നേഹത്തോടെ ജ്യൂസ് നീട്ടി. ഇന്ന് നമ്മൾ ജ്യൂസ് കുടിക്കുന്നു. ഇതാ മോളെ, മോൾ ഈ ജ്യൂസ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ആ ഒരു ജ്യൂസ് നീട്ടുന്നതോടുകൂടി തന്നെ നയന മടിച്ചു. വേണ്ടമ്മേ, ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. എനിക്കിപ്പോൾ അല്ലെങ്കിൽ വയറ് നിറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയും. പക്ഷേ ദേവയാനി വിട്ടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് എൻ്റെ കടമയാണ്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ശരീരമാകെ വീക്കാണ്. അതുകൊണ്ട് മര്യാദക്ക് ഇത് മുഴുവൻ കുടിച്ചോ, എന്നിട്ടേ ഞാൻ പോവാൻ അനുവദിക്കുള്ളൂ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ചിരിയോടുകൂടെ തന്നെ നയന ആ ഒരു ഗ്ലാസ് വാങ്ങി. നവ്യ വാതിലിന്റെ വിടവിലൂടെ ശ്വാസം മടക്കി പിടിച്ച് തന്നെ ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നയന ആ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ഓരോ ഇറക്കും തന്റെ അനിയത്തിയുടെ വയറ്റിലെ കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നതാണെന്നറിഞ്ഞിട്ടും നവ്യ അതിനെ തടഞ്ഞില്ല. നവ്യക്ക് കുറ്റബോധം തോന്നിയെങ്കിലും ഇത് അനിവാര്യമാണെന്ന് അവൾ സ്വയം വിശ്വസിച്ചു. ജ്യൂസ് കുടിച്ച് ഗ്ലാസ് തിരികെ കൊടുത്തു. ദേവയാനി സന്തോഷത്തോടെ അത് തിരികെ വെക്കാൻ നടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അമ്മേ എന്നൊരു നിലവിളി. ദേവയാനി ഞെട്ടിത്തെറിച്ചു. നയന വയറ്റിലും പിടിച്ച് വേദന കൊണ്ട് പുളയാണ്. എന്താ മോളെ, എന്തു പറ്റി? നയന ഭയങ്കര കരച്ചിലായിരിക്കും. അറിയില്ല അമ്മേ, വയറിനകത്ത് എന്തോ വല്ലാത്ത വേദന. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നയനയുടെ കരച്ചിൽ പിന്നെ ഉച്ചത്തിലായി. അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. ഈശ്വര, ജാനകി, അനി, ആദർശേ, എല്ലാവരും ഒന്ന് ഓടിവായോ. ദേവയാനി എല്ലാവരെയും അലറി വിളിച്ചു. മുത്തശ്ശിയും ജാനകിയും അനിയും എല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തി. നയനയുടെ അവസ്ഥ കണ്ട് എല്ലാവരും ഭയന്നു. പെട്ടെന്ന് തന്നെ ഏട്ടത്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാമെന്ന് അനി പറഞ്ഞു. നയനയെ താങ്ങിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ അവൾ അമ്മയെന്ന് നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു. മോളെ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് തന്നെ ദേവയാനി ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ശരീരമാകെ വിയർത്തിരുന്നു. ഹൃദയം പെടപെടാ ഇടിക്കുന്നു. ഇതൊരു സ്വപ്നമായിരുന്നു. ഭയപ്പെടുത്തുന്ന ഒരു പേടി സ്വപ്നം. ദേവയാനിക്ക് ആശ്വാസം തോന്നിയില്ല. കാരണം തന്റെ മനസ്സിന്റെ ഉള്ളിലിരിപ്പാണ് ആ സ്വപ്നമായി വന്നതെന്ന് അവർക്കറിയാം. ജലജയും നവ്യയും ചേർന്ന് നയനെ അവളുടെ കുഞ്ഞിനെയും ഉപദ്രവിക്കുമോ എന്ന ഭയം ദേവയാനിയുടെ ഉള്ളിൽ വേര് പിടിച്ചിരുന്നു. ഈശ്വര, നവ്യ എന്റെ പേരക്കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുവോ? ഇല്ല, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ദേവയാനി മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. ഇനി എന്റെ കണ്ണെപ്പോഴും നയനയുടെ കൂടെ തന്നെ വേണം. കുറച്ചും കൂടി ജാഗ്രത പാലിക്കണം. ഈ വീട്ടിൽ കള്ളത്തരങ്ങളും ചതികളും കൂടി വരികയാണ്. നവ്യ സ്വന്തം അനിയത്തിയെ ഉപദ്രവിക്കില്ലായിരിക്കും. പക്ഷേ ജലജ, ആ സ്ത്രീയുടെ കുരുട്ടുബുദ്ധി നവ്യെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. ദേവയാനിയുടെ പരിഭ്രമം കണ്ടുകൊടുത്തിന് ജയൻ ചോദിക്കുന്നുണ്ട്. എന്താടോ, എന്തു പറ്റി? നീ വല്ല സ്വപ്നം കണ്ടോ? അതെ, നയനമോൾക്ക് എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ ഒരു പേടി സ്വപ്നം ഞാൻ കണ്ടു.
അദ്ദേഹം ദേവേനെ ആശ്വസിപ്പിച്ചു. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? നയനമോൾക്ക് ഒരു കുഴപ്പമില്ല. ഈശ്വരൻ കൂടെയുണ്ട്. നീ എപ്പോഴും അവളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സമാധാനമായി കിടന്നുറങ്ങാൻ നോക്ക്. അദ്ദേഹം ദേവയാനിക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു. വീണ്ടും കിടന്നെങ്കിലും ദേവയാനിയുടെ കണ്ണുകളിൽ ഉറക്കം വന്നില്ല. അവരുടെ മനസ്സ് നിറയെ നയനയുടെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞിനെ പറ്റിയിട്ടുള്ള ചിന്തകളായിരുന്നു. വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ആ അമ്മയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്നു. ഇനി നയനമോളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെ നോക്കി നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.